കുറച്ചു മുൻപ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ ഒരു സമയത്ത് ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു ഈ സുരേഷ് ഏട്ടനെ കുറിച്ച് എന്താ അഭിപ്രായമെന്ന്. ആ ഒരു സമയത്ത് ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം മാധ്യമ പ്രവർത്തകരോടൊക്കെ തട്ടിക്കയറുന്ന ഒരു MP-യെ നമ്മളിപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ സുരേഷ് ഏട്ടൻ എന്ന് പറയുന്ന ഇദ്ദേഹം വല്ലാതെയാണ് വയലന്റ് ആയിക്കൊണ്ട് നിൽക്കുന്നത്. മാധ്യമ പ്രവർത്തകർക്ക് നേരെ തട്ടിക്കയറുക, മാധ്യമ പ്രവർത്തകരുടെ കൂട്ടം കണ്ടു കഴിഞ്ഞാൽ ആ കൂട്ടത്തിലോട്ട് നോക്കി ചോദിക്കുക, നിങ്ങൾ കൈരളിയാണോ, നിങ്ങൾ മീഡിയ വണ്ണാണോ, ഇങ്ങനെയാണോ ഒരു MP പെരുമാറേണ്ടത്? അത് തന്നെയാണ് നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, മറുപടി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മറുപടി. സുരേഷ് ചേട്ടനെ പറിച്ച് അടക്കാൻ വരുത്തുമ്പോൾ കയറ്റിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വേണേൽ പറയാൻ പറ്റും. അമ്മാതിരി മറുപടിയാണ് നമ്മുടെ ഗണേശ് ചേട്ടൻ കൊടുത്തത്. എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. എന്തായാലും നമുക്ക് കണ്ടു തുടങ്ങാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പെരുമാറ്റം വലിയ വിമർശനം വന്നിട്ടുണ്ട്. ഒരു വിമർശനം വരുമ്പം കടക്ക് പുറത്തെന്ന് പറയുന്നത് വളരെ മോശമായി താങ്കളുടെ സഹപ്രവർത്തനം കൂടിയായിരുന്നു. ഇല്ല, അദ്ദേഹത്തെ കുറിച്ച് ഞാനൊന്നും പറയില്ല. കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സുരേഷ് ചേട്ടനെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് MP ആവുന്നതിന് മുൻപ് ഗണേശ് ചേട്ടൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ ഇവിടെ കാണിക്കണം, അല്ല കാണിക്കല്ലേ. സുരേഷ് ചേട്ടനെ ചെറുതായിട്ടൊന്ന് താങ്ങിയിട്ടുള്ള ആ ഒരു സമയത്ത് വല്ലാതെ ഈ വീഡിയോ വൈറലായിരുന്നു. ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കാണാം. ആളെ കബളിപ്പിക്കുകയാണ്. മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കും. ഈ പാവത്തിനൊന്നും അറിയത്തില്ല, അഭിനയം അറിയത്തില്ല. സുരേഷ് ഗോപി ചെയ്യുന്ന കണക്ക് നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി. ഇന്നലെ എന്റെ പേടി അതല്ലായിരുന്നു, സുരേഷ് ഗോപി കയറി നിഷ്കരിച്ച് കളയുമെന്ന് പേടി. ഈ ഒരു പ്രസ്താവന നടത്തിയതിന് ശേഷം ആ ഒരു സമയത്ത് ഗണേശ് ചേട്ടന് ഇവിടെയുള്ള സംഘിക്കൂട്ടങ്ങളൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവിടെയുള്ള സംഘിക്കൂട്ടങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല. മലയാളികൾ അംഗീകരിക്കുന്ന നേതാക്കളിൽ പ്രമുഖനാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകളെയൊക്കെ നിങ്ങൾ സംഘിക്കൂട്ടങ്ങൾ എല്ലാവരും കൂടി വിമർശിച്ചു കഴിഞ്ഞാലും ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ആളുകൾക്ക് ഇദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ആളുകളോട് സുരേഷ് ഗോപിയെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത്. സുരേഷ് ഗോപി ഇലക്ഷന് മുൻപ് എന്തൊക്കെ ഉടായ്പ കാണിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഗണേശ് ചേട്ടൻ പള്ളി കയറി നിസ്കരിച്ച് കളയോ എന്ന് പോലും പറഞ്ഞത്. കാരണം വേറൊന്നല്ല, ആ ഒരു സമയത്ത് ഇലക്ഷന്റെ സമയത്ത് ഇയാൾ എന്തൊക്കെ ഉടായ്പ കാണിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും. തൃശ്ശൂർ പൂരം കലക്കി, പിന്നെ അദ്ദേഹത്തിന് നോമ്പ് തുറക്കാൻ പോകുന്നു, പള്ളിയിൽ പോയിട്ട് കിരീടം വെക്കുന്നു. ഇങ്ങനെയുള്ള പല ഉടായ്പും കാണിച്ചുകൊണ്ടാണ് സുരേഷ് ചേട്ടൻ തൃശ്ശൂരിലത്തെ ജനതയെ പറ്റിച്ചുകൊണ്ട് MP ആയത്. അതിനുശേഷം തമ്പുരാൻ മൈൻഡാണ്, അതായത് താഴ്ന്ന ജാതിക്കാരെ കാണുമ്പോൾ എന്നെ തുടർന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജീവിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയുടെ കുറച്ചുകൂടിയുണ്ട്, സുരേഷ് ചേട്ടനെ പറിച്ച് ചെയ്യുന്ന കുറച്ച് ഭാഗം കൂടിയുണ്ട്, അതും കൂടി ഒന്ന് കേൾക്കാം. അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവരിലിട്ട് നക്കിത്തിൻ ഇതേപോലെയാണ് കൊടുത്തത് ആ ഒരു സമയത്ത്. അപ്പോ ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് ആ ഒരു സമയത്ത് സുരേഷ് ചേട്ടന്റെ ഫാൻസ് ആയിട്ടുള്ള കുറെ ചാണക സംഖ്യകളൊക്കെ പോയിട്ട് ഗണേഷ് കുമാറിനെ ആക്രമിച്ചിരുന്നു. അതൊന്നും എവിടെ ഏറ്റിട്ടില്ല, അത് വേറെ കാര്യം. ഇത് പകലും കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ചി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണക്ക് തള്ളവരലിൽ നാക്കി വെക്കുക. അതുകൂടെ ആ ഒരു സമയത്ത് നല്ല കനത്തിൽ തന്നെ ഗണേഷ് കുമാർ സുരേഷ് ചേട്ടനിക്ക് കൊടുത്തിരുന്നു. എന്തായാലും ഈ ഒരു സമയത്ത് എന്താണ് സുരേഷ് ചേട്ടനെ കുറിച്ച് ഗണേഷ് കുമാർ പറയുന്നത് എന്ന് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ആ ഒരു സമയത്ത് നല്ല കനത്തിൽ തന്നെയാണ് കൊടുത്തത്. ഈ ഒരു സമയത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് വ്യക്തമായിട്ടൊന്ന് കേട്ടു നോക്കാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, എന്തും തെറ്റിയും. ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും സുരേഷ് ചേട്ടനെ കുറിച്ച് ഗണേശ് ചേട്ടൻ ആ ഒരു സമയത്ത് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. അതായത് തമ്പുരാൻ മൈൻഡുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ MP ആക്കിയിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ നടക്കുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റൂല എന്ന് ആ ഒരു സമയത്ത് തന്നെ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. അത് എത്രമാത്രം സത്യമാണെന്ന് ഇപ്പൊ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത്. തീർച്ചയായിട്ടും BJP-ക്കാരെ ജയിപ്പിച്ചതല്ല തൃശ്ശൂരുകാർ ചെയ്ത തെറ്റ്. കാരണം സവർണ മൈൻഡുള്ള ഒരാളെ BJP-യുടെ കൊടിയും പിടിച്ച് നിൽപ്പിച്ച സമയത്ത് അവരെ ജയിപ്പിക്കാൻ കാണിച്ച ഒരു മനസ്സാണ് തൃശ്ശൂരുകാർ ചെയ്ത തെറ്റ്. അത് ഗണേഷ് കുമാർ പറഞ്ഞത് ശരി തന്നെയാണ്. സവർണ മൈൻഡുള്ള ആളാണ് സുരേഷ് ചേട്ടൻ. അങ്ങനെയുള്ള ഒരാൾ ജയിക്കാൻ എന്താ അവസ്ഥ അത് നിങ്ങളിപ്പോ കാണുന്നുണ്ടല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പരചന്ദ്രൻ അഭിനയിച്ച ശേഷം ഇദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിൽ എപ്പോഴും ഒരു SP-യുടെ തൊപ്പി ഉണ്ടായിരുന്നു. ഇതിന്റെ മുൻപ് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സുരേഷ് ഗോപി സിനിമയിലൂടെയാണ് ജീവിക്കുന്നതെന്ന്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗണേഷ് കുമാർ ഇപ്പൊ പറഞ്ഞത്. കാറിന്റെ പുറകിൽ SP-യുടെ തൊപ്പി SP-യുടെ തൊപ്പിയും വെച്ചിട്ടാവില്ല ആ ഒരു സമയത്ത് പോവാറ്. സുരേഷ് ചേട്ടൻ ഈ രാഷ്ട്രീയത്തിലോട്ട് വന്നതിന് ശേഷം ഇവിടെയുള്ള കുറെ ആളുകളുടെ ആയുസ് കൂടാൻ സാധ്യത കൂടുതലാണ്. കാരണം ചിരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആയുസ് കൂടുന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. അതേപോലെ തന്നെയാണ് സുരേഷ് ചേട്ടന്റെ ഓരോ പ്രവൃത്തി കാണുമ്പോഴും ഇവിടെയുള്ള നാട്ടുകാരെ മൊത്തം ചിരിക്കുകയാണ്. SP-യുടെ തൊപ്പിയും വെച്ചിട്ടാവില്ല പണ്ട് നടന്ന് കാറും കൊണ്ട് പോയത്. കാറിന്റെ പുറകിലേ കാറിൻ്റെ ഗ്ലാസ്സില്ല, ഗ്ലാസ്സിന് ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിന് SP-മാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിരിക്കാൻ പുറകെ വെച്ചിരിക്കും. ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറേ കാലം, ഞാൻ തമാശ പറഞ്ഞില്ല, ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഒരു SP-യുടെ IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിന്റെ സീറ്റിന്റെ പുറകിൽ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക്. സുരേഷ് ചേട്ടൻ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്തുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. പണ്ട് കാറിന്റെ പുറകിൽ SP-യുടെ തൊപ്പിയെ വെച്ചിട്ടാവല്ലോ പോവാറ്. ആ ഒരു കോമരമൊക്കെ ഇപ്പൊ രാഷ്ട്രീയത്തിൽ കിടന്നിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ സല്യൂട്ടാണ്. ഇതേപോലെ സവർണ മൈൻഡുള്ള ആളുകളെയൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും.
ഇദ്ദേഹം സത്യത്തിൽ ഒരു സ്വാദായ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സവർണർ ഉണ്ടല്ലോ, അത് ചില സമയത്ത് പുറത്തു വരും. അങ്ങനെയുള്ള സമയത്ത് കീഴ്ജാതിക്കാരെയൊക്കെ കാണുമ്പോൾ അടുപ്പിക്കാൻ തോന്നൂല. അതിന്റെയൊക്കെ എത്രയോ ഉദാഹരണം നമ്മളൊക്കെ കണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് തൃശ്ശൂർക്കാർക്ക് തെറ്റ് പറ്റിപ്പോയത് തന്നെയാണ്. അല്ലാതെ തൃശ്ശൂർക്കാർ ഇദ്ദേഹത്തെ ജയിപ്പിച്ച് വിട്ടതിന് ശേഷം അവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുരേഷ് ഗോപി കാണിക്കുന്ന ഓരോ കോപ്രായത്തിനും ഉത്തരവാദികൾ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ഓരോ ആളുകളുമാണ്. ഞാൻ പറഞ്ഞത് തെറ്റൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യമെങ്കിലും ചിന്തിച്ച് വോട്ട് ചെയ്യുക. സവർണമായിട്ടുള്ള ആളുകളെ ഭരണത്തിൽ കൊണ്ടുവന്ന എന്താ അവസ്ഥ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും. അടിമത്തത്തിൽ ജീവിപ്പിക്കും. അങ്ങനെയൊന്നും നടക്കാതിരിക്കണമെങ്കിൽ എല്ലാവരും ഒന്നായിട്ട് ചിന്തിച്ചാൽ മതി. അതായത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ആളുകളൊക്കെ ജയിപ്പിച്ച് വിടുന്ന ആളുകളോട് നിങ്ങൾക്കൊക്കെ പുതിയ പേരും കിട്ടിയിട്ടുണ്ട്, ചാണകൂര്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കുടിക്കുക.